ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കരുത്. എടാ എന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നത് സ്റ്റേജ് വെച്ച് കണ്ണക്കുറ്റി കടിക്കാനോടാ? ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണോ വക്കറ്റൻ പറയുന്നത്? പൊസിഷൻ മാറി ഇന്ന് ആർക്കായാലും അടി കൊള്ളും. ഒരടി കൊണ്ടാൽ എന്ത് വേണ്ടു? സീൻ കലക്കിയില്ലേ? എന്തൊരു കയ്യടിയായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. ഞാൻ കാശും തരണം, നിന്റെ ഒക്കെ തല്ലും കൊള്ളണം അല്ലേടാ? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അത് കൊള്ളാലോ. ഈ കണക്കിന് ഒരാളെ കുത്തുന്ന സീനാണ് നിങ്ങൾ ശരിക്കും കുത്തിക്കൊല്ലുവോ? ഓ, അടി കൊണ്ടത് വക്കച്ചൻ ചേട്ടനാണെങ്കിലും വേദനിച്ച് അമ്മണി ചേച്ചിക്കാണല്ലോ. ഒരുമാതിരി തമ്പുരാരി പറയരുത് കേട്ടോ. എന്റെ തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലോ. വിളിച്ചാൽ നീ എന്ത് ചെയ്യും? തല്ലുവോ? തലടാ. തനിക്ക് ധൈര്യമുണ്ട് ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കണം മാപ്പിളെ. അടിച്ചെന്നെ മോന്ത്ര ഷേപ്പ് ചെയ്യാൻ പറ്റും. ഓഹോ, നീയൊക്കെ എന്നെ തല്ലാറായല്ലേ? ഇനി നിന്നെയൊക്കെ വെച്ച് നാടകം കളിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒതുക്കണ വണ്ടി. എറണാകുളത്ത് 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 നീയൊക്കെ എന്ത് വിചാരിച്ചു? രണ്ടാം കളി ഉള്ളതുകൊണ്ട് ഇത് പോക്കൃത്രം കാണിക്കാൻ വന്നു. എറണാകുളിയിലെ ഓട്ടെ വക്കറ്റിന്റെ കള. അവർക്ക് അറിയാതെ പറ്റിയതല്ലേ? അറിയാതെ പറ്റിയതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. എടാ ഇറങ്ങാനാ പറഞ്ഞത്. അങ്ങനെ പേടിപ്പിക്കാതെ. ഈ നാട്ടിൽ തന്റെ ഒരു ഉണക്ക ട്രൂപ്പ് മാത്രമല്ല ഉള്ളത്. ഉണ്ടടാ, വേറെ നല്ല ട്രൂപ്പുകളുണ്ട്. പക്ഷെ നിന്നൊന്നും ഒറ്റ സാർ നിർത്തില്ലടാ. ഇപ്പൊ ഇവന്മാരെ ഇറക്കി വിട്ടാൽ നമ്മൾ പീച്ചാനിക്കാട് അമ്പലത്തിലെ രണ്ടാം കളി എങ്ങനെ കളിക്കും? വേണ്ട, നാടകം കളിക്കണ്ട. അമ്പലക്കാർക്ക് എന്ത് നഷ്ടം വന്നാലും ഞാൻ കൊടുത്തോളാം. പക്ഷെ ഉമ്മാരെ വെച്ച് കളിക്കില്ല. എറണാകുളത്ത് നമ്മളിങ്ങനെ തല്ലി ഒന്നാം പൈസ പഠിക്കാം. ആ പൈസ ഞാൻ പറഞ്ഞു. രണ്ടാം കളി പീച്ചാനിക്കാട് നിന്റെ അപ്പം വന്ന് കളിക്കുള്ള പന്നി. ശരിയല്ലേ? Yes, SI here. Sir? Sir? നൈറ്റ് പെട്രോൾ ഉണ്ട് സർ. സർ, ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയും ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത്. സർ, തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത്. സർ, അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത്. സർ, സർ, ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ? അയാൾ നമ്മളൊന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ? അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡ് കളി കളിക്കും? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും. നാണം ഉണ്ടോ അയാൾക്ക്? നാണമില്ലാത്തോണ്ട് അവന് പൈസയുണ്ട്. അയ്മൻ അമ്മണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട്. ഒരു കളിക്ക് സർവ്വ ചെലവും കഴിച്ച് 1500 രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മളെ കേറരുത്. നമ്മളില്ലാതെ വക്കച്ചൻ എങ്ങനെ നാടകം കളിക്കുന്നു കാണുന്നുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ ഇതില്ലെങ്കിൽ സൂര്യസോമിലെ KPS കയറി രക്ഷപ്പെടും. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല. ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും. ഒന്നിലും ശരിയായില്ലെങ്കിൽ മലയാളം TV സീരിയലിൽ അഭിനയിക്കും. വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. സ്വല്പനേരം നമ്മളെ കാണാതെ അയാൾ വിരലെത്താം. വാ, നമുക്ക് ഇങ്ങോട്ട് കാണാം. വരുന്നുണ്ട്. അതിനെ 25 രൂപ കൂടുതൽ എന്നാലും നാളെ മുതൽ കളിക്ക് വരുള്ളൂ എന്ന് പറയാം. ഞാൻ വരട്ടുന്നത് നീ നോക്കിക്കോ. പോലീസിന്റെയും ഭ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ റാസ്കൽ. സത്യം പറഞ്ഞു, തൊണ്ടി സാധനങ്ങൾ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത്? അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ. എടാ, ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് പഠിക്കാത്തത്? എന്താണ് ഇത്? നോട്ടീസ്. എന്ത് നോട്ടീസ്? ഞങ്ങൾ 2 പ്രൊഫഷണൽ നടന്മാരാണ്. ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ. ഇത് ഞാൻ പെരപ്പങ്കോട് പ്രഭാകരൻ. ഇത് പോൾരാജ്. പിണ്ടിമന പോൾരാജ്. നിന്റെയൊക്കെ പിണ്ടിമന. എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞോടായിരുന്നോടാ? സാർ ഇടി നിർത്തിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മേക്കപ്പും ഡ്രസ്സും ഒക്കെ അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ വെച്ച് വേണ്ട, പുറത്തു പോയേക്ക്.
ആന്റി എന്തിനാ ബഹളം വെക്കുന്നത്? മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, ആന്റി ഇവിടെ നിന്നോളൂ. അമ്മച്ചി കൊണ്ടുവരൂ. യമുനെ, എന്താ ഇത്? ബഹളം വയ്ക്കാതെ, എല്ലാ അസുഖമാകും. ഇവിടെ കൊണ്ട് സെല്ലിലടക്കേ. എന്റെ മോക്ക് ഭ്രാന്തില്ല. എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്ത ചതിയായത്. ആരേ കൃഷ്ണകുമാർ? ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടറാ. യമുനയുടെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത് ആശുപത്രിയിൽ സ്വയംബോധം കൊണ്ട് നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കളാരുമില്ലേ? ബന്ധുക്കളെന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത്. കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരില്ല എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എനിക്കും എന്റെ മോക്കും വേറെ ആരുമില്ല. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മയെ ഞങ്ങൾ വിചാരിച്ചാൽ. ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട്. പക്ഷെ ടൈമില്ല. ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ. ഇന്ന് കാസർഗോഡ്, നാളെ പാറശാല, മറ്റന്നാ. അമ്മേ, ഞങ്ങള് എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാ മതി. എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെ രോഗം മാറുന്നത്? എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഈ പറയുന്ന തന്നെ രോഗത്തിന്റെ ലക്ഷണം. ദയവായി ഇതൊന്ന് പോകാമോ? ആ മരുന്നികത ഞാൻ കൊടുക്കാം, നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നല്ലത്. നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും. അറ്റൻഡർ, അല്പം വയലനാണ്, സൂക്ഷിച്ചോണം. സെല്ലടത്തേക്ക്. യമുനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും യമുനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത്. അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം. ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല. ഭ്രാന്താശുപത്രിയിൽ നിന്ന് യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുവോ? ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ട്രേസ് ചെയ്ത് പിടിച്ചാലോ? എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാമല്ലോ. നിങ്ങളെപ്പോലെ രണ്ടാമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം. അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം, കാശ്, സാമ്പത്തികം, ബഡ്ജറ്റ്. കാര്യത്തോട്ടുന്നെന്തിനാ? കാര്യം പറയട്ടെ. കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല.